ഞങ്ങള് സാൽവ അതായത് ഖത്തറിന്റെ ബോർഡറിലേക്ക് യാത്ര ചെയ്യാണ്. ഖത്തറിന്റെ ബോർഡറൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് ആയിരുന്നു. ഇപ്പോൾ സൗദി ഗവൺമെന്റ് ഉപരോധം ഉണ്ടായിരുന്ന സമയത്ത് ഖത്തർ ബോർഡറെല്ലാം അടച്ചിരുന്നു. അപ്പോഴൊന്നും ഈ റോഡൊന്നും ബിസി ആയിരുന്നില്ല. ഇപ്പം നല്ല ബിസിയാണ്. ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി ഖത്തർ ബോർഡർ തുറന്നു. അപ്പോൾ ആൾക്കാരെല്ലാം പോകുന്നുണ്ട്. UAE-യിലേക്കും ആൾക്കാർ ഈ വഴിയാണ് പോകുന്നത്. ബഹ്റൈനിൽ നിന്ന് ആൾക്കാർ പോകണമെന്നുണ്ടെങ്കിലും സൗദി കവർ ചെയ്ത് മാത്രമേ നമുക്ക് ഖത്തറിലേക്കും UAE-യിലേക്കും പോകാൻ പറ്റുള്ളൂ. അതുപോലെ കുവൈറ്റിൽ നിന്ന് വരുന്നവരും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്, ജോർദാൻ, ഈജിപ്റ്റ്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ UAE-യിലേക്കും ഖത്തറിലേക്കും പോകുന്ന ഈ റോഡ് വഴിയാണ്. ഇപ്പം ഞാൻ സൗദിക്കകത്താണുള്ളത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ റിയാദിലേക്കും ഓഫൂഫിലേക്കും പോകാം. സ്ട്രൈറ്റ് അല്പം കൂടി മുന്നിലേക്ക് പോയിട്ട് പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഇടയിൽ കൂടി U-turn എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഖത്തറിൻ്റെ ബോർഡറിലേക്ക് പോകാം. സ്ട്രൈറ്റ് റോഡ് പോയാൽ 125 കിലോമീറ്റർ ഇനിയും പോകുമ്പോഴത്തേക്കും UAE ആണ് കാണുന്നുണ്ട്. UAE-യുടെ ബോർഡർ, UAE അല്ല, UAE-യുടെ ബോർഡറാണ്. നമ്മളിപ്പോൾ എന്തായാലും സാൽവ അതായത് ഖത്തറിൻ്റെ ബോർഡറിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ UAE-ൻ്റെ ബോർഡറിലേക്ക് പോകും. ഇന്ന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ. ഇന്ന് പക്ഷേ കുറച്ച് പൊടിക്കാറ്റൊക്കെ ഉണ്ട്. എന്നാലും കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, ചൂടല്ല. ആ കാണുന്നതാണ് ഖത്തർ ബോർഡർ കേട്ടോ. നിങ്ങൾ കാണുന്നത് ആ കാണുന്ന ഖത്തറിൻ്റെ ബോർഡറിലേക്കുള്ള വഴിയാണ് ആ കാണുന്നത്. ഇനി കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഖത്തറിൻ്റെ ബോർഡറിലേക്ക്. നമ്മളിപ്പോൾ ഈ തിരിയുന്ന ഭാഗത്തു നിന്നാണ് നിങ്ങളെ കാണിച്ചത്. എന്തായാലും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഖത്തറിൻ്റെ ബോർഡറും അവിടുത്തെ വിശേഷങ്ങളും കാണാം. ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ സാൽവയിൽ എത്തി കേട്ടോ. ഖത്തറിൻ്റെ ബോർഡറിൻ്റെ തൊട്ടടുത്തിട്ടുണ്ട്. ഇതേ കണ്ട, അവിടെ കണ്ട നിങ്ങൾക്ക് കാണാം ബോർഡ്. റാസ് അബു ഖമീസ്, ബത്ത, UAE, ഒമാൻ എല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. ഈ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ബത്ത, UAE, ഒമാൻ, ആ ഭാഗത്തേക്ക്. ഇവിടെ നോക്കിയാൽ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഉണ്ട്. അതായത് സൗദി അറേബ്യ, ഖത്തർ, UAE, അതുപോലെ ഒമാൻ, എല്ലാവരുടെയും ഫ്ലാഗ് ഇവിടെ ഇങ്ങനെ നാട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഈ കാണുന്ന റൗണ്ട് ബോട്ടിൽ. ഇതൊരു ചെറിയ സ്ഥലമാണ്, അത്ര വലിയ സിറ്റിയൊന്നും അല്ല. നിങ്ങൾക്കറിയാം, ഇതൊരു ബോർഡർ ക്രോസിങ്ങിൻ്റെ ഏരിയ ആകുമ്പോഴത്തേക്കും അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. എന്നാലും സ്ഥലമൊക്കെ കൊള്ളാം കേട്ടോ. നല്ല, അതായത് ഈ കോർണിഷൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കോർണിഷിൽ ബിസിയൊന്നും ഇല്ല കേട്ടോ. കുറച്ചിങ്ങനെ ഈ യാത്രക്കാർ വന്ന് അവരുടെ വാഹനങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൂ. പറയുമ്പോൾ ഇവിടെയൊന്നും അടുത്ത് വീടുകളൊന്നും ഇല്ലാത്ത കാരണം റെസിഡൻസ് ഏരിയ അല്ല. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറവാണ്. ഇപ്പം നമ്മൾ ഖത്തറിലേക്ക്, അതായത് ബോർഡറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കിലോമീറ്റർ കേട്ടോ. ആ കാണുന്നതൊക്കെ ഖത്തറാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഖത്തറാണ് കേട്ടോ. ഖത്തർ ഒരു ചെറിയ രാജ്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും. അറബ് കൺട്രീസിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ. പിന്നെ എനിക്ക് തോന്നുന്നത് ഒമാനാണോ UAE ആണോ എന്ന് അറിയില്ല. UAE എല്ലാ എമിറേറ്റ്സും കൂടി ചേരുമ്പോൾ ചിലപ്പോൾ UAE ആയിരിക്കും ഏറ്റവും ബിഗ്. അപ്പോൾ നിങ്ങൾ എന്താ സാൽവ അതായത് ഖത്തർ ബോർഡറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ ഖത്തറിലേക്ക് എൻട്രി ചെയ്യേണ്ട പോർട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അതായത് ബോർഡർ ക്രോസിങ്. ഇപ്പം നമ്മളിതാ ഇതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡ് കണ്ടില്ലേ, നല്ല സൗദിയുടെ ഫുട്ബോളിൻ്റെ ഇതിഹാസം ഇങ്ങനെ വിളിച്ചോതുന്ന പല പോസ്റ്ററുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതാണ് ഗേറ്റ് കേട്ടോ. അത് ഈ കാണുന്നതാണ് ഖത്തറിലേക്കുള്ള ഗേറ്റ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാണുന്നത് ഇതിപ്പോൾ ഭയങ്കര വിശാലമാക്കി കേട്ടോ. നേരത്തെ ഇത്രത്തോളം സൗകര്യമില്ലായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ രണ്ടാമത് തുറന്നതിന് ശേഷം അതിവിശാലമായ ഗേറ്റുകൾ ഉണ്ടാക്കി. നേരത്തെ കുറച്ച് ഗേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒത്തിരി ഗേറ്റുകളാക്കി കേട്ടോ. ഇപ്പോൾ കാണാം, ഗേറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച് വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. ഇതൊക്കെ കുറച്ച് ഒഫീഷ്യൽ വാഹനങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്. ഇതാണ് ഗേറ്റ്. ആൾക്കാർ ആവശ്യം പോലെ എന്താ പറയുക, ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഗേറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടുത്തെ ഈ കാണുന്ന പാർക്കിങ്ങിൽ നമ്മളൊന്ന് ജസ്റ്റ് പാർക്ക് ചെയ്യാം. ഇവിടെ എന്തായാലും നമ്മൾ ഖത്തറിലേക്ക് പോകുന്നില്ല. അപ്പം നിങ്ങൾ ബോർഡർ ക്രോസിങ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ഇതാണ് സെക്യൂരിറ്റി. ഇത് ഈസി ആയിട്ട് നമുക്കിവിടെ ക്രോസ് ചെയ്യാം. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ക്രോസിങ്. ഇവിടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഇതേ കണ്ടോ, ഇതാണ് ബോർഡർ ക്രോസിങ്. നമ്മളിപ്പോൾ ബോർഡറിലാണുള്ളത് കേട്ടോ. ഖത്തർ സൗദി ബോർഡർ ക്രോസിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, ഇതാണ് ക്രോസിങ്.
ഇത് സൗദിയുടെ ബോർഡർ ക്രോസിംഗ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ബോർഡർ ക്രോസിംഗ് കാണാം. അതിവിശാലമായ ബോർഡർ ക്രോസിംഗ് ആണ് കേട്ടോ. ഇത് പുതിയതാണ്, പഴയത് അപ്പുറത്താണെന്ന് തോന്നുന്നു. വാലേക്കും അസ്സലാം. ലാ ബസ് ബസാണ് ഈ ജീനസ്. ഇതുവഴിയാണ് പാസഞ്ചേഴ്സ് എൻട്രി ചെയ്യേണ്ടത് കേട്ടോ. പാസഞ്ചർ വെഹിക്കിളെല്ലാം എൻട്രി ഇതുവഴിയാണ്. ഇതുവഴി നമുക്ക് എൻട്രി ചെയ്യാം, അതുവഴി ഔട്ടാവാം. അപ്പുറത്ത് കാണുന്ന ഗേറ്റ് വഴി ഔട്ടാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗം, അതായത് ഈ കാണുന്ന ഭാഗത്തുകൂടിയാണ് ഗുഡ്സ് വെഹിക്കിൾ എൻട്രി കേട്ടോ. ഗുഡ്സ് വെഹിക്കിളെല്ലാം ഇങ്ങനെ ട്രെയിലർ അത് ഇതെല്ലാം ഇവിടെ കൂടെ കറങ്ങി വന്നിട്ട് അങ്ങനെ അകത്തുള്ള ഗേറ്റിൽ പ്രവേശിക്കണം. അകത്ത് കാണുന്ന ആ ഗേറ്റില്ലേ, ആ ഗേറ്റിലാണ് നമ്മുടെ എമിഗ്രേഷനും അതും ഇതുമൊക്കെ നടക്കുന്നത് കേട്ടോ. ഇവിടെ പിന്നെ ഈ കാണുന്ന ഭാഗത്തെല്ലാം ഇവരുടെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ വെഹിക്കിൾസാണ് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് പാർക്കിംഗ് ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗത്ത് പ്രൈവറ്റ് വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. അവിടെ എല്ലാം ഇതെല്ലാം ഈ ഷെയ്ഡുള്ള ഭാഗത്തെല്ലാം എംപ്ലോയീസിൻ്റെ വെഹിക്കിൾ പാർക്ക്. അത്ര വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ ഇന്ന് തിരക്കില്ലാതായിരിക്കും. ഇത് ഫ്രൈഡേ ആണ്, എന്നാലും തിരക്ക് കുറവാണ്. UAE നിന്ന് വരുന്നവരും ബഹ്റൈനിൽ നിന്ന് വരുന്നവരും മറ്റുള്ള രാജ്യത്ത് വരുന്നവരും എല്ലാം ഖത്തറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ കേട്ടോ, ബൈ റോഡ്. ഞങ്ങളിവിടെ ഖത്തറിൻ്റെ ബോർഡറിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ സൗദി ഹെൽത്തിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് കേട്ടോ. അവിടെ കുറേ ലേഡീസുകൾ കുറേ ചെറിയ ചെറിയ ടേബിളിട്ട് അതിനകത്ത് അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം അത് ഇതൊക്കെ വെച്ചിട്ട് ഈ കോർണിഷിലാണ് കേട്ടോ. തീർത്തും കോർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജുബൈലിലൊക്കെ കണ്ട കോർണിഷ് മാതിരിയല്ല. ഇവിടെ കോർണിഷ് കുറച്ച് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും. കടലിനകത്തേക്ക് തന്നെയാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ അവിടുത്തെ കാലം കടൽ കോർണിഷൊക്കെ അടിപൊളിയാണ് ഇവിടെ കാണാൻ. അത് ശരിക്കും ആൾക്കാർ നോക്കി ഏതാണ്ട് ഒരു 300 മീറ്ററൊക്കെ കടലിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കണ്ടോ. ഇതൊരു 300 മീറ്ററോളം ഉണ്ട്. ഞാൻ അത്രത്തോളം സൂം ചെയ്താൽ കാണിക്കുന്നത്. എന്നിട്ട് പോലും ആൾക്കാർ അത്രയും ദൂരത്തിൽ നടന്നു പോയി നിൽക്കുകയാണ്. അവിടെയൊക്കെ പാറയാണ് കേട്ടോ. ഈ ഇവിടെ പല ഭാഗത്തും പാറയുണ്ട്, വലിയ വലിയ പാറകൾ. ഈ കാണുന്നതൊക്കെ വലിയ വലിയ പാറകളാണ്. ഈ പാറയുടെ മേളിലാണ് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത്. അത്ര നമ്മളിവിടെ അറിയാതെ ചിലപ്പം കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര സേഫ് അല്ലെന്ന് തോന്നും. ചിലപ്പോൾ അത് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോർണിഷിൽ തന്നെ നേരിട്ട് കാറ് മണലിലേക്ക് ഇറക്കി കടലിൻ്റെ തീരത്തേക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇവിടെ ആവശ്യം പോലെ വിദേശികളുണ്ട്. ഇവിടുത്തെ വർക്കേഴ്സാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെടികളും അതും ഇതുമൊക്കെ ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്നുണ്ട്. ആവശ്യം പോലെ സൗദി വനിതകളുണ്ട്, അതുപോലെ പുരുഷന്മാരും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ പലതും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ചിലപ്പോൾ അവർ ലേഡീസിൻ്റെ വീഡിയോ എടുത്താലും ചിലപ്പോൾ അവർക്ക് നേരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം എന്തായാലും ഞാൻ കൂടുതൽ നേരം ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കോർണിഷും അത് ഇതൊക്കെ കാണിച്ച് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അല്ലാതെ അധികമായിട്ടൊന്നും കാണാനുമില്ല. പക്ഷെ ഇവിടുത്തെ കോർണിഷ് വളരെ നൈസാണ് കേട്ടോ. ഇവിടെ ഫാമിലിക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പ്രത്യേകം ഷെഡുകൾ കെട്ടി അതിനകത്ത് ഇങ്ങനെ ഇസ്തറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരിക്കാം. ചെറിയൊരു സിറ്റിയാണ് കേട്ടോ, വളരെ അധികമൊന്നുമില്ല, ചെറിയൊരു സിറ്റി. ഇവിടെ കുറേ പഴയ കാലത്ത് പെപ്സിയും ആഭരണങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പെപ്സിയും കൊക്കക്കോള, ഷാനി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പഴയ കാലത്തെ റാന്തൽ വിളക്ക്, ഇതൊക്കെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന സംഭവങ്ങളാണ് കേട്ടോ. ആഭരണങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്വർണ്ണമാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളതാണ് സംഭവം. ഗോൾഡ്. ഓക്കെ, പഴയ കാലത്തെ പെപ്സി, പഴയ ഷാനി, പഴയ ടീം, പെപ്സിയുടെ ബോട്ടിൽ, അതുപോലെ കോഫിയും ഒക്കെ ഉണ്ട് കേട്ടോ. ലേഡീസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ എല്ലാവരും വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പഴയ കാലത്തെ ജഗ്ഗൊക്കെ ഉണ്ട് ഇവിടെ.
സ്ത്രീകളതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വല്ല ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കാത്തത് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് സാൽവ കോർണിഷിലാണുള്ളത്. ഇവിടെ കോർണിഷ് വളരെ സൈലൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഉള്ള ആൾക്കാർ മാത്രം, അതായത് ഇവിടുത്തെ ഒഫീഷ്യൽസാണ്, അവരുടെ ഫാമിലി ആയിട്ടാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ ഈ ഖത്തറിലോട്ട് പോകാനും വരാനും ഒക്കെയുള്ള കുറച്ച് ജനങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമസ്കരിക്കാൻ വേണ്ടിയിട്ടും ടോയ്ലറ്റിൽ പോകാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ജനങ്ങൾ വന്ന ആ കുറച്ച് വാഹനങ്ങളും ആൾക്കാരും മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് നോക്കി ആ ഭാഗത്തൊക്കെ കിടക്കുന്ന എല്ലാം ഖത്തറും പിന്നെ അബുദാബിയുടെയും കുവൈറ്റിൻ്റെയും ബഹ്റൈൻ്റെയൊക്കെ വണ്ടികളാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് സൗദി അറേബ്യയാണ്. ആ ലൈറ്റ് കാണുന്ന ഭാഗം കണ്ടോ, അതൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ. ആ ലൈറ്റ് കാണുന്നത്, ആ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ കാണുന്നതെല്ലാം ഖത്തറാണ് കേട്ടോ. ഖത്തർ, അതായത് നമ്മൾ സൗദിയുടെ ബോർഡർ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ആ ലൈറ്റ് ഇങ്ങനെ പോയി ഇതിങ്ങനെ ഖത്തറിലെ സിറ്റിയിലേക്കാണ് പോകുന്നത്. അത് ഏത് സിറ്റിയാണെന്ന് എനിക്കറിയില്ല. അത് ഖത്തറിലേക്കാണ് ആ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഇത് കടലിൻ്റെ ഒരു സൈഡാണേ. കടലിൻ്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെയുള്ള റോഡാണ് ആ കാണുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ എവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ലൈറ്റ് കൂടുതൽ വൈറ്റ് ലൈറ്റ് കാണുന്ന ആ ഭാഗത്ത് എവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല ഖത്തറിലേക്ക് ബൈ റോഡ്, അതുകൊണ്ട് അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടിരുന്നു, ദൂരെ നിന്ന് അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ, ഈ ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ പോയി അതിങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് ഖത്തറിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഗോൾഡൻ ലൈറ്റ്സ് എല്ലാം സൗദിയിലാണ് കേട്ടോ. അവിടെ ആ വൈറ്റ് ലൈറ്റ് കാണുന്ന അവിടെയാണ് ഖത്തറിൻ്റെ ബോർഡറെന്ന് തോന്നുന്നു. ഖത്തറിൻ്റെ ബോർഡർ ക്രോസിങ് അവിടെ എവിടെയാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലാണ്. ഖത്തറിൽ നിന്ന് തിരിച്ച് ദമാമിലേക്ക് വരുന്ന വഴിയിൽ ഒരു 100 കിലോമീറ്റർ ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് റോഡ് സൈഡിൽ കണ്ട ഒരു സീനാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പെട്രോളോ ഗ്യാസോ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് തീ കത്തിച്ച് വിട്ടിരിക്കുകയാണ്. നോക്കിയേ, ആകാശം മൊത്തം പുക, അതുപോലെ തന്നെ ഈ ഏരിയ മൊത്തം പ്രകാശം, ഭയങ്കര പ്രകാശം, നല്ല കുറ്റാക്കൂരിട്ടാണ്. ഹൈവേ ആണ്, വാഹനങ്ങളുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ലൈറ്റ് ഒന്നുമില്ല. എന്നിട്ട് നോക്കിയേ, ഈ ഏരിയ മൊത്തം ലൈറ്റ്. അതുപോലെ എന്താ സൗണ്ട് എന്ന് നോക്കിയേ, ഒടുക്കത്തെ തീയാണ് കത്തിച്ച് വിട്ടിരിക്കുന്നത്. അതായത് ഈ ഏരിയയിൽ ഞാൻ അറൗണ്ട് ഒരു തോന്നുന്നത് 500 മീറ്റേഴ്സ് മാറിയാണ് നിൽക്കുന്നത്. അത്രയും ഭാഗത്ത് പോലും ചൂട് അടിക്കുന്നുണ്ട്. ആ രീതിക്കാണ് അവിടെ തീയത്ത്. നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാം, നല്ല സൗണ്ട്, ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. 4 സ്പോട്ടിൽ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്പോട്ടാണ് അതിഭയങ്കരമായിട്ട് കത്തുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്തോ ഒരു സ്റ്റാർ മാതിരി ഇങ്ങനെ വെച്ചിട്ട് ആ സ്റ്റാറിൽ നിന്ന് ഇങ്ങനെ 4 6 ഭാഗത്തു കൂടി ഇങ്ങനെ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന അതിലിങ്ങനെ തീ കത്തിച്ച് വിട്ടിരിക്കുന്നതാണ് കേട്ടോ. വല്ലാത്ത സീന, എന്താ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ഏരിയയിൽ ഭയങ്കര ചൂട് കേട്ടോ. ഞാൻ ഇത്രയും ദൂരെ നിന്നിട്ട് എനിക്ക് ചൂട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മൾ സാൽവ ബോർഡറിൽ വന്ന ഖത്തറിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല, അതിൻ്റെ വിശേഷമാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും നമ്മൾ നാളെ കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, സീ യു ആൻഡ് ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.